എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ. പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നത് അനാഥ അഗതി മന്ദിരങ്ങളിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെയാണ്. ആ ജോലി വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ ഇന്ന് പലപ്പോഴും നമുക്ക് ഓരോ വ്യക്തികളെയും ഓരോ ആളുകളെയും ഒഴിവാക്കപ്പെടുകയും അല്ലെങ്കിൽ അനാഥ അഗതി മന്ദിരങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ മനസ്സിനുള്ളിലൊരു വിങ്ങലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വീടുകളിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെടുമ്പോൾ നമ്മൾ അവരെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഞാനൊരു അമ്മയെ കണ്ടു, പുതിയൊരമ്മ. വളരെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ ഒരുപാട് വർഷങ്ങൾ എന്താ പറയുക, മകൻ അല്ലെങ്കിൽ മകൾ ഉണ്ടാവാൻ വേണ്ടി, ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഒരുപാട് നമ്മൾ പറയില്ലേ, കഥകളിലൊക്കെ പറയുന്നത് പോലെ നേർച്ചകളും ഒരുപാട് അമ്പലങ്ങളിൽ വഴിപാടുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു മകൻ 10 വർഷത്തിന് ശേഷമാണ് ഒരു മകൻ ഉണ്ടാവുന്നത്. ഒരുപാട് സന്തോഷിച്ചു. അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ആ മകനെ വളർത്തി വിദ്യാഭ്യാസം നൽകി. മറ്റൊരു സഹോദരിയോ സഹോദരനോ ഉണ്ടായിരുന്നില്ല, ഏക മകൻ അല്ലേ. അപ്പോൾ ആ മകൻ ഒരുപാട് സന്തോഷമൊക്കെ നൽകി വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബം, സാമ്പത്തികമായും വലിയ കുഴപ്പമില്ലാത്തൊരു ഫാമിലി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മകൻ പഠിച്ച് വലുതായി, വിദ്യാഭ്യാസം കിട്ടി, മകൻ ഗൾഫിൽ പോയി. ഒത്തിരി നല്ല കാശുള്ള 4 ലക്ഷം രൂപയോളം സാലറി ഉള്ള നല്ലൊരു ജോലി കിട്ടി. ആ ജോലിയോടുകൂടി തന്നെ ഈ മകൻ വളരെയധികം സാമ്പത്തികമായിട്ട് ഉയർന്നു. വീട്ടിലും ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നൊരു കുടുംബം. അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ തന്നെയായി. അങ്ങനെ ഒരു വിവാഹം കഴിക്കുകയുണ്ടായി. വിവാഹത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരു വിഷയങ്ങളൊക്കെ മാറി മറയുന്നത്. ഭാര്യയ്ക്ക് അമ്മയോട് വല്ലാത്ത ഒരു അകലം, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് എന്താ പറയുക, അമ്മ വല്ലാതെ ഒരു ശല്യമായിട്ട് മാറുന്നൊരവസ്ഥ. ഈ അമ്മയ്ക്കൊരു അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു വലിയ തെറ്റായിട്ട് കാണുന്നു. അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മ പറയുന്ന ഓരോ അഭിപ്രായങ്ങളും തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ അമ്മയ്ക്ക് അവിടെ കഴിയാൻ പറ്റാണ്ടായി. അമ്മ ഒരു പരിധി വരെ വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് തകർന്നു. മകനോട് പറയുമ്പോഴൊക്കെയും മകൻ പറയും, നിങ്ങൾ ഭാര്യ അനുസരിച്ച് പഠിക്കുക, ഭാര്യയല്ലേ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നതെന്ന്. അതിനിടയ്ക്ക് മകൻ അമേരിക്കയിൽ പോയി. സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർന്ന ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിച്ചിടാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ ഭാര്യ അല്ലെങ്കിൽ അമ്മായിമ്മയോട് വളരെ ആ ക്രൂരത ഒരുപാട് കാണിക്കാൻ തുടങ്ങി. സഹികെട്ട് ഒരു ദിവസം വിഷു ദിവസം വീട്ടിലുണ്ടാവുന്ന 2 നായ്ക്കളെ വീട്ടിനകത്ത് കയറ്റി അമ്മയെ പുറത്താക്കി. അങ്ങനെ അമ്മയെ പുറത്താക്കി അമ്മയോട് വളരെയധികം ക്രൂരമായിട്ട് പെരുമാറാണ്. നാട്ടുകാർ കണ്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് അമ്മയെ അകത്ത് കയറ്റിയത്. പിന്നീട് ശേഷം അമ്മയ്ക്ക് ഭയമായി. കാരണം തൻ്റെ ജീവന് തന്നെ ഭയമായതിൻ്റെ ശേഷം ഈ അമ്മ ഒരു ചെറിയൊരു തുണികൾ മാത്രം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയെത്തുന്നത് നമ്മുടെ ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ഈ അമ്മയുടെ കണ്ണുനീര്, ഇപ്പം ഇന്ന് ഒത്തിരി കരഞ്ഞു അമ്മ. ഒത്തിരി കാര്യങ്ങൾ, മകൻ്റെ വിശേഷങ്ങളും മകനുണ്ടായ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി, വളരെയധികം മകനുണ്ടായ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയും എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണീരോടുകൂടിയും പറയുന്നൊരു അമ്മയുടെ ഒരു കണ്ണുനീര് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലെപ്പോഴോ എന്തോ ഒരു വിങ്ങൽ പോലെയായി. സത്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എത്ര തന്നെ അഭ്യസ്ത വിദ്യരായാലും അറിവ് ഹൃദയത്തിലില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉയർന്നിട്ട് കാര്യമില്ല. ഒരുപാട് സമ്പത്തുണ്ടായിട്ടോ, ഒരുപാട് കോടിക്കണക്കിന് വലിയ വീടുകൾ പണിതിട്ടോ, നമ്മൾ വലിയ കാറുകളിൽ സഞ്ചരിച്ചിട്ടോ എന്തിനാ പെറ്റമ്മയെ നോക്കിയാതെ നമ്മളിങ്ങനെ നടന്നതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു കാര്യവുമില്ലാതെ പോവുകയാണ്. കാരണം ഇതേ അവസ്ഥ തന്നെ നാളെ തനിക്കും വരാമെന്ന് ഒട്ടും ചിന്തിക്കാതിരിക്കുകയാണ് അല്ലേ. തൻ്റെ ഈ പേരക്കുട്ടികളടക്കം കാണുന്ന കാഴ്ചകൾ ഇപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്നതാണ്. അപ്പം ഇത്തരം ഉപദ്രവങ്ങളൊക്കെ കണ്ടിട്ടും ഈ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഈ അടുത്ത കാലത്ത് ഹോസ്പിറ്റലായിട്ട് പോലും ഈ മകൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു അമ്മയുടെ വേദന എങ്കിൽ പോലും അമ്മ മകനെ
സ്നേഹിക്കുന്നുണ്ട്. അതാണ് അമ്മ മനസ്സെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത്, നമ്മൾ ഇത്രയുമൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടും നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു കാലം അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സ്വത്ത് മാത്രം മതിയോ? അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലേ? ബന്ധങ്ങൾ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ ഒരു കുഞ്ഞു പോലും ഒരു മകനും അല്ലെങ്കിൽ അമ്മയും തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഒരു അറ്റാച്ച്മെൻ്റാണ്. ആ അറ്റാച്ച്മെൻ്റാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് തന്നെ. ഇതില്ലാതാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്കല്ല. എന്തുണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് മനസ്സിൽ ഇതേപോലെ കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് ഈ അമ്മയുടെ വീണാൽ മതി, പിന്നെ ആ മകൻ എത്ര സമ്പാദിച്ചിട്ടും ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അവരുടെ ജീവിതം എപ്പോഴും സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും. നമ്മൾ എന്തിനാ ജീവിക്കണേ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. സമാധാനത്തിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും ആവണം ജീവിതം, അല്ലാതെ സ്വത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. അത് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇന്ന് ജീവിതമുള്ളൂ എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാതാപിതാക്കളെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കുകയും ഇങ്ങനെ ഈ രീതിയിലാക്കുകയും ചെയ്യുന്നവരൊക്കെ കേസും നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യും. പക്ഷേ എങ്കിലും ഈ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോഴും ഈ അമ്മയ്ക്ക് സ്നേഹം വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, അല്ലേ? എത്ര കേസ് കൊടുത്താലും വില കൊടുത്തോ അല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടോ ഈ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടാനും പോകുന്നില്ല. അത് മനസ്സിനുള്ളിൽ നിന്ന് വേണം, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്മമാരെയും അച്ഛന്മാരെയും നോക്കുന്നിടത്തോളം കാലം മാത്രമാണ് നിങ്ങൾക്കും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ അതൊരു സ്നേഹബന്ധത്തിൽ നിന്ന് തന്നെയാണ്. അത് നമ്മുടെ കടമയോ അവകാശമോ അങ്ങനെയല്ല. നമ്മുടെ ഒരു നമുക്ക് ജന്മം നൽകിയ ഒരു വ്യക്തി, ആ ജന്മം നൽകിയ ഒരു വ്യക്തിയോട് നമുക്ക് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ്, അല്ലേ? നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കണ്ട ആൾ, അല്ലേ, ശരിക്കും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. താങ്ക് യു സോ മച്ച്.